ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ട പോലെ തന്നെ നല്ല മൊരിഞ്ഞ മാന്തൾ മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പാലക്കാട്ടുകാർ മാന്തൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഏകദേശം ഇവിടെ ഒരു 200 ഗ്രാം മാന്തളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എന്നല്ല, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു നിറത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഇതാ ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇതാ ഇതുപോലെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അരച്ചിട്ട് ചേർക്കുന്നതിനേക്കാട്ടിലും ഇതുപോലെ ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കല്ലിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ കിട്ടുമേ. അപ്പോൾ ഇതാ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി വളരെ കുറച്ച് ഒരു 3-4 ചെറിയ ഉള്ളി ചതച്ചിട്ട് തന്നെ ചേർക്കുക, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു മെത്തേഡിലാണ് എപ്പോഴും ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഈ മാന്തൾ വറുക്കുന്നത് ഒന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. കൂടാതെ നമ്മളിതിലേക്ക് കുറച്ച് അധികം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു മാന്തൾ മീൻ വറുത്തതിന് നല്ലൊരു രുചി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് നേരം എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഒരു 1.5 മണിക്കൂർ നേരമൊക്കെയാണ് മാന്തളിൽ വെള്ളത്തിലിട്ട് വെക്കാറുള്ളത്. അതിന് ശേഷമുള്ള ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് എപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മാന്തൾ നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റോളൊക്കെ വെച്ചാൽ ധാരാളം മതിയായിരിക്കും. ഇനി ഞാനിതിനെ നല്ല ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്. ദോശക്കല്ലിൽ നമ്മളിതാ ആവശ്യത്തിനുള്ള എണ്ണ, അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ മാന്തൾ മീനിനെയും ഇതേപോലെ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം എണ്ണ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മീൻ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ 4 പുറം ഇങ്ങനെ ചുറ്റിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എണ്ണയൊന്നും ബാലൻസ് ആവാത്ത തരത്തിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ. ചിലയിടങ്ങളിൽ നമ്മൾ ഈ മാന്തൾ മീൻ വറുക്കുമ്പോൾ പോലും കറിവേപ്പില ചേർക്കുന്നവരുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ലതാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ കറിവേപ്പിലൊന്നും ചേർക്കാറില്ല. അത്യാവശ്യം എന്താ നമ്മുടെ വാലറ്റൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു തുടങ്ങി, ദോശക്കല്ലിൽ നിന്ന് ചെറുതായിട്ട് വിട്ടും തുടങ്ങി. ഇനി നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണേ. മറ്റേ സൈഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കട്ടെ. ചിലവർക്ക് നന്നായിട്ട് മൊരിഞ്ഞ മാന്തൾ മീനായിരിക്കും ഇഷ്ടമുണ്ടാവുക. ഞങ്ങളതേ കുറച്ച് മൊരിഞ്ഞിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ മാന്തൾ മീനിനെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. ഇനി മറ്റേ ഭാഗവും കൂടെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കട്ടെ. ഇപ്പം നമ്മുടെ 2 സൈഡും നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ദോശക്കല്ലിൽ നിന്ന് അതിനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാന്തൾ മീൻ വറുത്തതിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതേപോലെ അല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് വറുക്കുന്നത്? ചിലവർ കുറച്ച് എണ്ണ ചൂടാക്കി അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മാന്തളിനെ ഇങ്ങനെ വെച്ചിട്ട് നീളത്തിലൊക്കെ വെച്ചിട്ട് വറുത്തെടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മെത്തേഡ് ഇതാണേ. അപ്പോൾ ബാക്കിയുള്ള മാന്തൾ മീനിന് മുഴുവൻ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ള നമ്മുടെ മാന്തൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പച്ചമീനിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.